ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചട്ടി ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 10 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. 3 വലിയ ഉള്ളി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സാധാ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു 1/2 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു 3 ചുവന്ന മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂണ് തക്കാളി സോസാണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. വെള്ളം നമ്മൾ തീരെ ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് നമ്മളതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. നമുക്കതിലേക്ക് കുറച്ചും കൂടി തക്കാളി സോസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കത് മൂടി വെക്കണം. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാത്തത് കൊണ്ട് അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. It's not a game, it's a rich thing.